റവയും മുട്ടയും പാലും ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതൊരു ജാപ്പനീസ് സ്നാക്കാണ്. ഡോറയാക്കി എന്ന് പറയും. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് റെഡ് ബീൻ പേസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ കസ്റ്റേർഡ് ക്രീമൊക്കെ യൂസ് ചെയ്യാം. കസ്റ്റേർഡ് ക്രീമിനായിട്ട് നമുക്ക് കസ്റ്റേർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ശുദ്ധമായിട്ടുള്ള പാലും മുട്ടയും വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ക്രീമാണ്. ഇതിലും എളുപ്പത്തിൽ ഒറിജിനൽ ഒരു കസ്റ്റേർഡ് ക്രീമിൻ്റെ റെസിപ്പി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് കസ്റ്റേർഡ് ക്രീം ഫില്ലിംഗ് തയ്യാറാക്കാം. കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാതെ നമ്മൾ ഒറിജിനലായിട്ട് ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് 2 മുഴുവനുള്ള മുട്ടയും 1 മഞ്ഞക്കരുവും എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 2 മുട്ടയും 1 മഞ്ഞക്കരുവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടിച്ച് നമുക്ക് മാറ്റി വെക്കാം. പതപ്പിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി നമുക്കൊരു അടികട്ടിയുള്ള സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു മെത്തേഡാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് നമ്മൾ മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കോൺഫ്ലവറും പാലും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 15 ഗ്രാം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയും 1 മുട്ടയുടെ മഞ്ഞക്കരുവും കൂടെ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറുക്കി എടുക്കുക. ഒരു വിസ്ക് വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സൈഡിൽ പിടിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് വിസ്ക് സൈഡ് ചേർത്ത് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡ് വടിച്ചിടാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഇങ്ങനെ ഒന്ന് കട്ടിയായി വരും. ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കട്ടിയായി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. എസൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തണുക്കുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ ഒന്ന് കട്ടിയാവുന്നതായിരിക്കും. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എളുപ്പത്തിൽ കസ്റ്റേർഡ് ക്രീം ഉണ്ടാക്കുന്ന ഒരു വഴി വേറെ ഇല്ലാന്ന് തോന്നുന്നു. സാധാരണ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഇത് ഈ പാൻ കേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ടും ബണ്ണിനുള്ളിൽ വെക്കാനും എന്തിന് ബ്രെഡിൽ തേച്ച് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വെറുതെ കോഴി കഴിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. മുട്ടയും പാലും ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട് കസ്റ്റേർഡിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയായിട്ട് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇതോടെ ഇരിക്കട്ടെ. നമുക്കിനി പാൻ കേക്കിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ജാപ്പനീസ് പാൻ കേക്ക്, ഹണി പാൻ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തേൻ ഹണി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കുക. എസൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാൻ മതി. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയുന്നിട വരെ ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ അലിത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പും 2 ടേബിൾ സ്പൂണും ആണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പയിൽ കൂടി വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചേർത്ത് കൊടുത്തത്. അപ്പം മൊത്തം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് തന്നെ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ് കിട്ടുക. ഈ മാവൊന്ന് കുറച്ച് ലൂസാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ അല്ലെങ്കിൽ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക.
അപ്പോൾ ലോ ഫ്ലെയിമിൽ നല്ല കുറഞ്ഞ തീയിൽ വെച്ച് വേണം നമ്മൾ പാൻ കേക്ക് ചുട്ടെടുക്കാനായിട്ട്, ചെറിയ ബർണറിൻ്റെ ലോ ഫ്ലെയിമിൽ. ഞാനിവിടെ നമ്മുടെ ഈ തവിക്ക് ഒരു 1/4 തവിയോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലിങ്ങനെ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ബബിൾസ് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതിലിങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കില്ല. അടിയിൽ നിന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ആ സമയത്ത് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് നേരം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് അല്ലാത്ത ഒരു ബ്രൗൺ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസൊക്കെയുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പാൻ കേക്കാണ്. അപ്പോൾ നമ്മൾ പാൻ കേക്കിനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പം ഒരു നടുവിന് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം വട്ടത്തിൽ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തവി കൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോൾ കുമിളകൾ വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്കിത് ഒരു സ്പാച്ചിൽ വെച്ച് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിടുന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് മാവ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് വരുവാണെന്നാണ് അർത്ഥം. തിരിച്ചിട്ടതിന് ശേഷം ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏറ്റവും ചെറിയ ബർണറിൻ്റെ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ പാൻ കേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പം ഇതിൻ്റെ രണ്ടാമത് ഇട്ട് കൊടുക്കുന്ന സൈഡ് കറക്റ്റ് ബ്രൗൺ കളറൊന്നും ആവില്ല. അത് ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാലും മതിയാകും. ഈ സൈഡിലാണ് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ല പഞ്ഞി പോലത്തെ ജാപ്പനീസ് പാൻ കേക്ക്സ് ആണ്. ഇനിയിപ്പം ഈ കസ്റ്റർഡ് ക്രീം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഹേസനൽ സ്പ്രെഡോ അല്ലെങ്കിൽ ന്യൂട്ടല്ലോ ഒക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ക്രീം കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിസ്ക് ചെയ്തൊന്നുകൂടെ സ്മൂത്താക്കി എടുക്കാം. പണ്ട് ഞാൻ ഈ കസ്റ്റർഡ് ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, 2 വർഷം മുന്നേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല പഞ്ഞിയായിട്ടുള്ള നമ്മുടെ പാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഇഷ്ടംപോലെ ഈ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചാണ് കാണിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത്രയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ കൈ കൊണ്ട് വന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കാതെ തന്നെ സാൻഡ്വിച്ച് പോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ ജാപ്പനീസ് മീനിങ് സാൻഡ്വിച്ച് എന്നാണെന്ന് തോന്നുന്നു. ജാപ്പനീസ് ഡോറയാക്കി, നമ്മുടെ ഡോറേമോനില്ലേ, അവരുടെ ഫേവറേറ്റ് സ്നാക്കാണ് ഡോറയാക്കി. ഫില്ലിങ് റെഡ് കളറിലുള്ള റെഡ് ബീൻ പേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ കസ്റ്റർഡ് ക്രീം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ജാപ്പനീസും കൊറിയൻ ബൺസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസോ നമ്മുടെ നാടൻ റെസിപ്പീസോ ഒക്കെ ഇട്ടാൽ മാത്രമേ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ ഇതുപോലത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയുമാണ്, ഈസിയുമാണ്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.